Yes. സോ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഏത് രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന് മെറ്റീരിയൽ എന്താണ് യൂസ് ചെയ്യേണ്ടത്, എല്ലാം ഓൾറെഡി ഞാൻ നമ്മുടെ ഫസ്റ്റ് മെന്റർഷിപ്പ് സെക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരു ഇൻട്രഡക്ഷൻ ക്ലാസ്സിൽ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. സോ അത് പ്രകാരം ഞാൻ ഒരു PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, PMFIASന്റെ. സോ NCERT വായിക്കുന്നവർക്ക് അത് വായിക്കാം, അല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതില് ഫസ്റ്റത്തെ ടോപ്പിക് നമ്മുടെ ജിയോ ഫിസിക്കൽ ഫിനോമിന. എന്തൊക്കെ? ടോപ്പിക് 1, യെസ്, എർത്ത് ക്വൈക്ക്, അല്ല ഭൂമി കുലുക്കം, എർത്ത് ക്വൈക്ക്, സുനാമി, സൈക്ലോൺസ്, ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് ഫ്ലഡ്. ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് സിലബസിൽ അല്ല, ഇതാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ചുമ്മാ എന്തെങ്കിലും പഠിക്കാതെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. നമ്മൾ KS ഈ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് 2 മുതൽ 4 മാർക്ക് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ജോഗ്രഫിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഞാൻ ക്ലാസ് എടുക്കേണ്ട ഒരു കാര്യവും ഇല്ല, നിങ്ങൾക്ക് തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന ടോപ്പിക്കുകളാണ്. എന്നിരുന്നാലും നമുക്ക് സ്പീഡായിട്ടൊന്ന് ക്ലാസ് റിവിഷൻ ചെയ്ത് പോവാം, അല്ലെ? എർത്ത് ക്വൈക്ക്, ഭൂമി കുലുക്കം. നിങ്ങൾ ഈ സ്റ്റാറ്റിക് പോർഷൻ പഠിക്കുമ്പോൾ തന്നെ ഒരു കാര്യം ഓർത്തിരിക്കണം. റീസെന്റ് എർത്ത് ക്വൈക്ക് ഹിറ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, രാജ്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു റീജിയണും ഉണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. കറണ്ട് അഫയേഴ്സ് രൂപത്തിൽ PSC ചോദിക്കാം. ഓക്കെ, എർത്ത് ക്വൈക്ക് ഹിറ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതാണ്, റീസെന്റ് ഹിറ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതാണെന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ KS ചോദ്യമുള്ള പോലെ തന്നെ ഈ തവണയും ചോദ്യം ഉണ്ടാവും. കഴിഞ്ഞ തവണ മെർക്കാലി സ്കെയിലും റിക്ടർ സ്കെയിലും കുറിച്ചാണ് ചോദിച്ചത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, മെർക്കാലി സ്കെയിലും റിക്ടർ സ്കെയിലും. അതേപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യം ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം ഈ ഒരു പോർഷനിൽ നിന്ന്. മേ ബി S വേവ്സ്, P വേവ്സ്, അല്ലെ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. സോ എർത്ത് ക്വൈക്ക് എന്താണ്, ഭൂമി കുലുക്കം എന്താണ്, ഭൂമി കുലുക്കം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്താണ് ഭൂമി കുലുക്കം? നമുക്കറിയാം എർത്ത് ക്വൈക്ക് എന്ന് പറയുന്നത് സഡൻ ആൻഡ് വയലന്റ് ഷേക്കിംഗ് ഓഫ് ദ ഗ്രൗണ്ട്, അല്ലെ? സഡൻ റിലീസ് ഓഫ് ദി എനർജി സ്റ്റോർഡ് ഇൻ ദി എർത്ത് ലിതോസ്ഫിയർ എന്നൊക്കെ നമ്മൾ പറയും, അല്ലെ? സിമ്പിൾ ആണ്. എർത്ത് ക്വൈക്ക് എന്നുള്ള കാര്യം നമുക്കറിയാം, അല്ലെ? ഭൂമിയുടെ അടിയിൽ നിന്നുണ്ടാവുന്ന സൈലന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വയലന്റ് സഡൻ ആയിട്ടുള്ള ഷേക്കിംഗ് ഓഫ് ദി ഗ്രൗണ്ട് resulting from the sudden release of the energy stored in the earth lithosphere. Simple ആണ്, കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. The energy travels in the form of seismic waves. The hypocenter, epicenter, അല്ലെ, അങ്ങനെയുള്ള ടേമുകളുണ്ട്. ഹൈപ്പോസെന്റർ, ഫോക്കസ്. It is the point inside the earth where the earthquake originates. Epicenter, it is the point directly above the hypocenter on the surface. അല്ലെ, ഹൈപ്പോസെന്ററും എപ്പിസെന്ററും, ദീസ് ആർ ദ ടേംസ് which is related with the earthquake. സിമ്പിൾ ആണ്. ഞാൻ പറയാറുണ്ട് KS ഭയങ്കരമായിട്ട് അങ്ങോട്ട് ആഴത്തിൽ കിടന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എർത്ത് എന്താണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, എന്താണ് എർത്ത് ക്വൈക്ക്? സഡൻ ആൻഡ് റിലീസ് ഓഫ് ദി എനർജി ഫ്രം ദ എർത്ത് ലിതോസ്ഫിയർ, അല്ലെ? അതിന് കുറച്ച് ടേമുകളുണ്ട്, ഹൈപ്പോസെന്റർ, എപ്പിസെന്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതും മനസ്സിലാക്കുക. കാര്യം എക്സാമിന് ഹൈപ്പോസെന്ററിനും എപ്പിസെന്റർ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇതെന്ത് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. സോ കോസസ് ഓഫ് ദി എർത്ത് ക്വൈക്ക്. Tectonic movements. Tectonic movements, the most common cause, movement of plates leads to stress build up and sudden release. ഭൂമിയുടെ ഈ പറഞ്ഞ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ എർത്ത് ക്വൈക്ക് ഇന്ന കാരണം കൊണ്ട് മാത്രമാണ് ഉണ്ടാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദർ ആർ സോ മെനി റീസൺസ്, അല്ലെങ്കിൽ സോ മെനി ഫാക്ടേഴ്സ് ലീഡിങ് ടു എർത്ത് ക്വൈക്ക്. അതിലൊരു കാരണമാണ് ടെക്ടോണിക് മൂവ്മെന്റ്സ്. ടെക്ടോണിക് മൂവ്മെന്റ്, പ്ലേറ്റ് മൂവ്മെന്റ്, പ്ലേറ്റ്സ് അല്ലെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പ്ലേറ്റ്സ് മൂവ്മെന്റ്. അടുത്ത വോൾക്കാനിക് ആക്ടിവിറ്റി, movement of magma and volcanic eruption cause small to moderate earthquake. Man-made activities. Yeah, obviously man-made activities earthquake in activities like mining, dam construction, reservoir, nuclear explosions, etc. These all are reasons. Man-made activities.
collapse, earthquake. So these are the factors which is leading towards the earthquake. അല്ലെ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് കോസസ് ഉണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി. ടെക്ടോണിക് മൂവ്മെന്റ്സും പ്ലേറ്റ് തമ്മിൽ മൂവ്മെന്റ്സും അല്ലെ, അത് കൂട്ടിമുട്ടുമ്പോഴുണ്ടാവുന്ന സഡൻ റിലീസ് ഓഫ് ദി എനർജി, വോൾക്കാനിക് ആക്ടിവിറ്റി, മെയ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, മെനി തിങ്സ്, മെനി ഫാക്ടേഴ്സ് ഉണ്ട്. Tectonic plates constantly move but are locked at their edges due to friction. When the stress overcomes the friction, energy is released, causing earthquake. Volcanic region experience frequent shallow earthquake due to magma movement. അതായത് ഒന്നുമില്ല, അതായത് രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് കൂട്ടിമുട്ടി, റൈറ്റ് അല്ലെ. സോ ഇതിങ്ങനെ ഒരു പരിധി കഴിയും തോറും അല്ലെ, ഈ ഒരു ഇന്ററാക്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതിലൊരു ശക്തമായിട്ടുള്ള കൂട്ടിമുട്ടൽ, ഡ്യൂ ടു ഫ്രിക്ഷൻ, എന്താണ്, സഡൻ റിലീസ് ഓഫ് ദി എനർജി. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി, സിമ്പിൾ ആണ്. അതിനു മുമ്പേ ഒരു കാര്യം, ഞാൻ തന്നിട്ടുള്ള PMFIAS അല്ലെങ്കിൽ നിങ്ങളെ NCERT, ഞാൻ തന്നിട്ടുള്ള ഡെയിലി ടൈം ടാപ്പുകൾ റീഡ് ചെയ്ത് എത്ര പേരുണ്ട് ഇതില്? ഒന്ന് പറഞ്ഞേ, ഒന്ന് കൈവക്കിയേ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എത്ര പേര് ഡെയിലി ടാർഗറ്റുകളൊക്കെ എന്താണ് പഠിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ ഡെയിലി ടാർഗറ്റുകൾ കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ആരും പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഇപ്പൊ ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. വായിച്ചിരുന്നു, ഓക്കെ, ഒരാൾ വായിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിക്കണം കേട്ടോ, മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിക്കണം. ഡെയിലി ടാർഗറ്റുകൾ കറക്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, എങ്ങനെ ഏത് രീതിയിൽ പഠിക്കണം എന്നുള്ളത്. യെസ് ആദിത്യ, എല്ലാവരോടും, ഇതിപ്പോ ലൈവ് കാണുന്നവരാണെങ്കിലും റെക്കോർഡിങ്സ് കാണുന്നവരാണെങ്കിലും എക്സാം പെർസ്പെക്റ്റീവിന് എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നൊക്കെ വളരെ ഭംഗിയായി ഞാൻ പറയുന്നുണ്ട്. അപ്പോ ഈ പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. റൈറ്റ്, ആകെ 2 പേരെ റിപ്ലൈ തന്നിട്ടുള്ളൂ. ഓക്കെ, 2 പേരെ റിപ്ലൈ തന്നിട്ടുള്ളൂ. അതിന്റെ അർത്ഥം കുറെ പേര് പഠിച്ചിട്ടുണ്ടാവില്ല, ഓക്കെ, തൊട്ടിട്ടുണ്ടാവില്ല, ബുക്ക് PDF ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങളത് പഠിക്കണം, ഓക്കെ, മസ്റ്റ് ആയിട്ട് പഠിക്കണം. എന്നാലേ അത് 100% പെർഫെക്റ്റ് ആവുകയുള്ളൂ. 100% പെർഫെക്റ്റ് ആവണമെങ്കിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്തേ പറ്റുള്ളൂ. സെൽഫ് സ്റ്റഡി ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, ടോപ്പിക് പ്രയോറിറ്റൈസ് ചെയ്യണം, എല്ലാം ഞാൻ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് പഠിക്കുക എന്നുള്ളത്. ആക്ച്വലി ഇതിന്റെ ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ. ആ PDF പ്രോപ്പർ ആയിട്ട് റീഡ് ചെയ്തവർക്ക് അറിയാം ഇതിനൊരു ആവശ്യമില്ല. ഈ നോട്ടുകൾ നിങ്ങൾ ചുമ്മാ ഒരു റിവിഷൻ നോട്ടായിട്ട് എടുക്കുക, എക്സാം പെർസ്പെക്റ്റീവ് റിവിഷൻ നോട്ടായിട്ട് എടുക്കുക, അതിന്റെ ആവശ്യമേ ഉള്ളൂ. സോ ടൈപ്പ് ഓഫ് സീസ്മിക് വേവ്, അടുത്ത വർഷം മേ ബി ഈ ഒരു പോർഷനിൽ നിന്നായിരിക്കാം ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, P വേവ്സും X വേവ്സും സെക്കൻഡറി വേവ്സും പ്രൈമറി വേവ്സും ഒക്കെ ഉണ്ടല്ലോ. ഒരു കേസിന് എനിക്ക് തോന്നുന്നു ഒരു ക്വസ്റ്റ്യൻ ഫ്രം ദിസ് പോർഷൻ ആയിരിക്കാം. സോ പ്രൈമറി വേവ്സ് അല്ലെങ്കിൽ P വേവ്സ് എന്ന് പറയും, അല്ലെങ്കിൽ S വേവ്സ് സെക്കൻഡറി വേവ്സ് എന്ന് പറയും, അല്ലെങ്കിൽ സർഫേസ് വേവ്സ്, ബോഡി വേവ്സ്, അങ്ങനെയൊക്കെ പറയും. സോ P വേവ്സ്, പ്രൈമറി വേവ്സ്, എന്താണ് ഫീച്ചേഴ്സ്? ഫാസ്റ്റസ്റ്റ് ആണ്, ട്രാവൽ ത്രൂ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെ. സോളിഡിലൂടെയും ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രൈമറി വേവ്സിന്റെ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി വാസ്റ്റ് ആയിരിക്കും അല്ലെ, കുറച്ചുകൂടി വാസ്റ്റ് ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ക്യാൻ ട്രാവൽ ത്രൂ ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസ്. കംപ്രഷണൽ വേവ്സും എന്നും പറയും. ഇനി സെക്കൻഡറി വേവ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെ, സ്ലോവർ ആണ്. വൈൽ കമ്പയറിംഗ് വിത്ത് ദി പ്രൈമറി വേവ്സ് കുറച്ച് സ്ലോവർ ആണ്. സോളിഡിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യുകയുള്ളൂ അല്ലെ, സോളിഡിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യുള്ളൂ. ചോദിക്കാം, ദി S വേവ്സ് ട്രാവൽ ത്രൂ ലിക്വിഡ് ആൻഡ് ഗ്യാസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്.
എസ് വേവ്സ് ട്രാവൽ ഓൺലി ത്രൂ ദി സോളിഡ് അല്ല. അപ്പൊ ഇതിന് കുറച്ചൊരു ഈ പറഞ്ഞ പോലെ മാഗ്നിറ്റ്യൂഡ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, ഏറ്റവും താഴെയില് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ദെൻ സർഫേസ് വേവ്സ് ആണ് ട്രാവൽ അലോങ് എർത്ത് സർഫേസ് കോസ്റ്റ് മോസ്റ്റ് ദ ഡാമേജ് അല്ലെ. നമ്മുടെ സർഫസിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഏത് വേവ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഫസ് വേവ്സ് ആണ് അല്ലെ. നമ്മുടെ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന ഏത് വേവ്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർഫസ് വേവ്സ് ആണ്. നിങ്ങൾക്ക് ഞാനൊരു ഇമേജ് കാണിക്കാം. ഓക്കെ, യാ റൈറ്റ്, യു ക്യാൻ സീ ഹിയർ ഷാഡോ സോൺ എന്ന് പറയും. പി വേവ്സിനും എസ് വേവ്സിനും ഷാഡോ സോൺ എന്ന് പറയും. നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലെ, പി വേവ്സിന് പ്രൈമറി വേവ്സിന് അല്ലെ ഫാസ്റ്റസ്റ്റ് ആണ്. ലിക്വിഡിലൂടെയും സോളിഡിലൂടെയും ഗ്യാസിലൂടെയും ട്രാവൽ ചെയ്യാൻ പറ്റും അല്ലെ. നിങ്ങൾ നോക്കൂ, റൈറ്റ്, എസ് വേവ്സ് അല്ലെ. നമുക്കറിയാം ഭൂമിയുടെ അല്ലെ കോറ്, ഭൂമിയുടെ സ്ട്രക്ചർ, കോറ് മാന്റില് നമ്മളത് പഠിച്ചിട്ടില്ല, എന്നാലും നമുക്കറിയാം കോറ് ക്രസ്റ്റ് കോറ് മാന്റില് അല്ലെ. അപ്പൊ ഈ ഏറ്റവും അവസാനം ലിക്വിഡ് ആണ് അല്ലെ. ഈ നടുക്ക് നമുക്ക് ലിക്വിഡ് ആണെന്ന് പറയാം അല്ലെ. സോ എസ് വേവ്സ് നമുക്കറിയാം ഇറ്റ് ഓൺലി ട്രാവൽസ് ത്രൂ സോളിഡ്. അതുകൊണ്ട് തന്നെ കോറിലൂടെ ഒന്നും ഇതിന് ട്രാവൽ ചെയ്യാൻ പറ്റില്ല അല്ലെ. നോക്കൂ, ഷാഡോ സോൺ. അപ്പൊ ഷാഡോ സോൺ നമ്മൾ പഠിക്കുന്ന സമയത്ത് പി വേവ്സ് അല്ലെങ്കിൽ എസ് വേവ്സ് ഹാവ് ലാർജർ ഷാഡോ സോൺ. ലാർജർ ഷാഡോ സോൺ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ഇതൊന്നും കാണാപ്പാടം പഠിക്കേണ്ട കാര്യമില്ല. ഷാഡോ സോൺ, ലുക്ക്, പി വേവ്സ് മൂവ് ചെയ്ത് നോക്കൂ നിങ്ങൾ അല്ല. ഷാഡോ സോണ് 105 ഡിഗ്രി ടു 145 ഡിഗ്രി അല്ല. ഈ ഒരു ഏരിയയിൽ മാത്രമേ ഡയറക്റ്റ് പി വേവ്സ് ഇല്ലാത്തതുള്ളൂ. ദിസ് ഈസ് ദി ഷാഡോ സോൺ. ഷാഡോ സോൺ ഓഫ് ദി പി വേവ്. നമ്മൾ നേരത്തെ തിരിച്ചു നോക്കുകയാണെങ്കിൽ എസ് വേവ്സിന്റെ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സി ഹിയർ വലിയൊരു പോർഷൻ അല്ലെ ഷാഡോ സോൺ ആണ്. സോ വൈൽ കമ്പയറിംഗ് വിത്ത് പ്രൈമറി വേവ്സ് ആൻഡ് സെക്കൻഡറി വേവ്സ് ഹാവ് ലാർജർ ഷാഡോ സോൺ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ആണ്, ഇറ്റ്സ് വെരി സിമ്പിൾ. റൈറ്റ്. P waves arrive first at the seismograph station, followed by S waves and then surface waves. സിമ്പിൾ ആണ്, അറിയുന്ന കാര്യം തന്നെയാണ്. ടൈപ്പ് ഓഫ് എർത്ത് നമ്മൾ ഓൾറെഡി ടെക്ടോണിക്, കൊളോൺ, എക്സ്പ്ലോഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അടുത്ത മെഷർമെന്റ് ഓഫ് എർത്ത് ക്വേക്സ്. കഴിഞ്ഞ തവണ ഈ ഒരു പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലെ. റിക്ടർ സ്കെയിലും അതേപോലെ തന്നെ മെർക്കാലി സ്കെയിൽ. സോ മാഗ്നിറ്റ്യൂഡ്, മെഷർമെന്റ് ഓഫ് ദി എർത്ത് ക്വൈക്ക്, മാഗ്നിറ്റ്യൂഡും മറ്റൊന്ന് ഇന്റൻസിറ്റിയും. അതാണ്, ഒന്ന് മാഗ്നിറ്റ്യൂഡ് അളക്കലും മറ്റൊന്ന് ഇന്റൻസിറ്റി. റിക്ടർ സ്കെയിൽ മാഗ്നിറ്റ്യൂഡ് വിച്ച് മീൻസ് എനർജി റിലീസ്ഡ്, ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡാമേജ് കോസ്റ്റ്. റിക്ടർ സ്കെയിലും ഈ പറഞ്ഞ പോലെ മെർക്കാലി സ്കെയിലും രണ്ടും രണ്ട് കാര്യത്തിനാണ് യൂസ് ചെയ്യുന്നത്. റിക്ടർ സ്കെയിൽ അല്ല, മാഗ്നിറ്റ്യൂഡ് എനർജി റിലീസ്ഡ്, അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. ഈ വാക്ക് തന്നെ പഠിച്ചു വെച്ചാൽ മതി. ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. Logarithmic scale, each whole number increases the represent 10 times larger amplitude, developed by Charles F. Richter in 1935. Then another scale ആണ് moment magnitude scale. Okay, moment magnitude scale, more accurate for large earthquake, measures total energy released. So basically Richter scale ആണെങ്കിലും moment magnitude scale ആണെങ്കിലും ബോത്ത് ആർ യൂസ്ഡ് ഫോർ എനർജി അല്ലെ, മാഗ്നിറ്റ്യൂഡിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എത്രത്തോളം ടോട്ടൽ എനർജി റിലീസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാനാണ് റിക്ടർ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഇന്റൻസിറ്റി അല്ലെ, എത്രത്തോളം ഡാമേജ് സംഭവിച്ചു, എനർജി റിലീസ് ചെയ്തത് കൊണ്ട് എത്രത്തോളം ഡാമേജ് സംഭവിച്ചു. യു ക്യാൻ സി ഹിയർ മോഡിഫൈഡ് മെർക്കാലി ഇന്റൻസിറ്റി സ്കെയിൽ. മെർക്കാലി സ്കെയിൽ എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. എത്രത്തോളം ഡാമേജ് സംഭവിച്ചു, ഡാമേജ് 12-point സ്കെയിൽ ആണ്. ഡിസ്ക്രൈബ് ദ എഫക്ട് ഫെൽറ്റ് ബൈ പീപ്പിൾ ആൻഡ് ഡാമേജ് ടു ദ സ്ട്രക്ചേഴ്സ്. സിമ്പിൾ അല്ല, എത്രത്തോളം ഡാമേജ് സംഭവിച്ചു എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അല്ലെ, ജനങ്ങൾക്ക് എത്രത്തോളം എഫക്ട് ഉണ്ടായി, ഡാമേജ് ഉണ്ടായി എന്നൊക്കെ സൂചിപ്പിക്കുന്ന സ്കെയിലാണ് മെർക്കാലി സ്കെയിൽ. സിമ്പിൾ ആണ്, ഈ കാര്യം തന്നെ അറിഞ്ഞാൽ മതി. വെരി സിമ്പിൾ. എഫക്ട് ഓഫ് ദി എർത്ത് ക്വേക്ക് പല രീതിയിൽ, ഗ്രൗണ്ട് ഷേക്കിങ്,
സർഫേസ് റപ്ചർ, ലിക്വിഫേഷൻ, ലാൻഡ് സ്ലൈഡ്സ്, സുനാമീസ്, ഫയേഴ്സ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. എഫക്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. എഫക്ട് ഓഫ് ദി എർത്ത് ക്വേക്സ്. 8ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം. എർത്ത് ക്വേക്ക് സോൺസ് ഇൻ ഇന്ത്യ, ഇതും കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമുക്കറിയാം ഇന്ത്യ is divided into 4 seismic zones based on the level of risk. Earthquake zones in India. Okay, ഞാൻ ലാസ്റ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട്. You can see here. Zone 1, Zone 2, Zone 3, Zone 4 എന്നിങ്ങനെ 4 സോണായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. റൈറ്റ്. എന്താണ് ജെ, ഈ എർത്ത് ക്വേക്ക് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നതെന്നോ? ഇതാ ഹൈപ്പോസെന്റർ. ഓക്കെ, സോൺ 4, സോൺ 1. ഓക്കെ, സോൺ 5 very high. Northeast Kashmir valleys, parts of Himachal and Andaman and Nicobar. Zone 4 high. Okay, Delhi, parts of Bihar, Haryana, Gujarat, Himachal Pradesh. Zone 3 moderate, നമ്മുടെ കേരള ഒക്കെ എവിടെയാണ് വരുന്നത്? Zone 2 low. Okay, just ഒന്ന് വായിക്കുക. Structure of the earth and earthquake. എർത്തിന്റെ സ്ട്രക്ചർ, എർത്തിന്റെ സ്ട്രക്ചർ നമുക്കറിയാം. ക്രസ്റ്റ്, മാന്റിൽ ആൻഡ് കോർ. ഓക്കെ, ഞാൻ പറയാം, ജെ ആ പോർഷനിലേക്കാണ് വരുന്നത്. ഓക്കെ, ഡോണ്ട് ഹറി ബറി. സ്ട്രക്ചർ ഓഫ് ദി എർത്ത് ആൻഡ് എർത്ത്. ഓക്കെ, മൂസിന ഈ ഒരു പോർഷനിലേക്കാണ് ഇതാ പോയി പറഞ്ഞല്ലോ. ക്രസ്റ്റ്, മാന്റിൽ, കോർ അല്ലെ, സ്ട്രക്ചർ ഓഫ് ദി എർത്ത്. ഞാൻ അതിന്റെ PDF ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ, ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. യെസ്, ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ദി എർത്തിന്റെ നോട്ട് ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ക്രസ്റ്റ് ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ക്രസ്റ്റ്, മാന്റില്, കോർ, ക്രസ്റ്റ്, മാന്റില്, കോർ സിമ്പിൾ. പിന്നെ അത് കുറച്ച് നമുക്ക് പറയാനുണ്ട്, ലിതോസ്ഫിയർ കാര്യങ്ങളൊക്കെ നമുക്കത് പറയാം. എന്നിരുന്നാലും ക്രസ്റ്റ് അല്ല, ഔട്ടർ ഏറ്റവും പുറമേ ഉള്ളതാണ് ക്രസ്റ്റ് അല്ലെ. പിന്നീട് ഏറ്റവും നടുക്കുള്ളതാണ് മാന്റില് അല്ല, മാന്റിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിനുശേഷമാണ് കോർ. കോറും നമുക്ക് 2 രീതിയിൽ തന്നെ പറയാം. ഇന്നർ കോറും ഔട്ടർ കോറും ഒക്കെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ക്രസ്റ്റ്, ഔട്ടർ ബ്രിറ്റിൽ ലെയർ. മാന്റിൽ, സെമി സോളിഡ് ലെയർ ബിനീത് ദ ക്രസ്റ്റ്. ക്രസ്റ്റിന് താഴെയാണ് മാന്റിൽ. കോർ, ഇന്നർ മോസ്റ്റ് പാർട്ട്. ലിക്വിഡ് ഔട്ടർ കോറും സോളിഡ് ഇന്നർ കോറും. കോറ് 2 രീതിയിലുണ്ട് അല്ലെ, കോറ് 2 രീതിയിലുണ്ട്. ഇന്നർ കോറും അതേപോലെ തന്നെ ഔട്ടർ കോർ. ഇന്നർ കോർ സോളിഡ് ആണ്, ഔട്ടർ കോർ ലിക്വിഡ് ആണ്. നമ്മൾ ബേസിക്കലി ഒരു എർത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തിരിക്കാൻ നമ്മുടെ മാംഗോ ഉണ്ടല്ലോ, മാങ്ങ ഓർത്തിരുന്നാൽ മതി അല്ലെ. മാങ്ങ ഓർത്തിരുന്നാൽ മതി. പുറമേയുള്ള ജസ്റ്റ് ഒരു തോല് ക്രസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. അതിന്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലഷ് ഉണ്ടല്ലോ, അത് നമുക്ക് മാൻഡിലായിട്ട് പറയാം അല്ലെ. അതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു സോളിഡ് പാർട്ട് ഉണ്ട്. സോ നമുക്ക് ബേസിക്കലി മാംഗോനെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. അത് ആലോചിച്ചാൽ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. അതിന്റെ കോർ ഇന്നർ കോർ ആണോ ഔട്ടർ കോർ ആണോ ഒക്കെ അല്ലെ. ഇന്നർ കോർ ഏറ്റവും ഉള്ളിലുള്ള കോർ സോളിഡും അതിന് പുറത്ത് ലിക്വിഡുമാണ്. സോ ടെക്ടോണിക് പ്ലേറ്റ്സ് ആർ പാർട്ട് ഓഫ് ദ ക്രസ്റ്റ് ആൻഡ് അപ്പർ മാൻഡിൽ, വിച്ച് ഈസ് ദ ലിതോസ്ഫിയർ, that move over the asthenosphere, that is the part of upper mantle. Tectonic plates പഠിച്ചു നമ്മളല്ലേ. Tectonic plates മൂസിന, tectonic plates are the parts of the crust and upper mantle lithosphere that move over the asthenosphere. Right, part of the upper mantle. ഈ എർത്തിന്റെ സ്ട്രക്ചർ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. എന്നിരുന്നാലും ഡൗട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ബേസിക്കലി ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
ഒരു സാധാരണ എന്താ പറയാ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം തന്നെയാണ്, വളരെ സിമ്പിൾ ആണ്. പ്ലേറ്റ് ബൗണ്ടറീസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺവേർജന്റ് ബൗണ്ടറീസ് അല്ലെ, വേറെ earthquakes are common. പ്ലേറ്റ് ബൗണ്ടറീസ്, പ്ലേറ്റ്സ് കൊലൈഡ്, നമുക്ക് കൊലൈഡ്, ഹിമാലയൻ എർത്ത് അല്ലെ, കൺവേർജന്റ് ബൗണ്ടറീസ്, ഡൈവേർജന്റ് ബൗണ്ടറീസ്. കൺവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ എന്താണ്, കൂട്ടിമുട്ടുന്നു അല്ലെ, രണ്ട് പ്ലേറ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടാണ്. നമ്മുടെ ഹിമാലയ എങ്ങനെ ഉണ്ടായെന്നൊക്കെ നമുക്കറിയാം. ഡൈവേർജന്റ് ബൗണ്ടറീസ്, പ്ലേറ്റ് മൂവ് അപ്പാർട്ട്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ് is an example of divergent boundaries. Transform boundaries, plates slide past each other, San Andreas Fault. Okay, ഈ പ്ലേറ്റ് ബൗണ്ടറീസിനൊക്കെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഹൗവർ നമ്മളിവിടെ പഠിക്കുന്ന ടോപ്പിക് എർത്ത് ആണ്. ഓക്കെ, എർത്ത് കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എർത്ത് കുറിച്ചായിരിക്കും കൂടുതൽ പഠിക്കുക. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ദ എർത്ത് എന്ന് പറയുമ്പോൾ ഈ ക്രസ്റ്റ് മാൻഡിൽ കോറന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കും. ഈ പ്ലേറ്റ് ബൗണ്ടറീസ് ഈ പറഞ്ഞ ടെക്ടോണിക് പ്ലേറ്റ്സും മൂവ്മെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതും പഠിക്കും. സോ ക്ലിയർ അല്ലേ? പ്രിപ്പയർനെസ് ആൻഡ് മിറ്റിഗേഷൻ ബിഫോർ എർത്ത്. ഓക്കെ, ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ നിങ്ങൾ റീഡ് ചെയ്താൽ മതി. എന്തിനാണ് ഞാൻ വായിച്ച് സമയം കളയുന്നത്? റൈറ്റ്. ബിൽഡിംഗ് എർത്ത് റെസിസ്റ്റന്റ് സ്ട്രക്ചേഴ്സ്, ഷാഡോ വേവ്സും പി വേവ്സും ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ എർത്തിന്റെ സോൺസ് അല്ലെ, സോൺസ് നമ്മൾ പറഞ്ഞു. കേരളയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നോർത്ത് ഈസ്റ്റും ഹിമാലയൻ റീജിയനിലൊക്കെയാണ് നമ്മൾ സോൺ 4 അല്ലെ ഏറ്റവും കൂടുതൽ എർത്ത് സാധ്യത ഉണ്ടാവുന്നത്. സോ എർത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം വാട്ട് ഈസ് എർത്ത്. രണ്ടാമത് എർത്ത് സിമിലർ ഈ പറഞ്ഞ ടേംസുകളുണ്ട്, ഹൈപ്പോ സെന്റർ, എപ്പി സെന്റർ, അങ്ങനെയുള്ള കുറച്ച് ടേമുകളുണ്ട്. ടേംസ് പഠിക്കണം വിച്ച് ഈസ് റിലേറ്റഡ് ടു എർത്ത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കെയിൽ, മെർക്കാലി സ്കെയിലും റിക്ടർ സ്കെയിലിനെ കുറിച്ച് പഠിക്കണം. കഴിഞ്ഞ തവണ ഇവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്, റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നതും മെർക്കാലി സ്കെയിൽ എന്ന് പറയുന്നത്. രണ്ടിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് എസ് വേവ്സും പി വേവ്സും ആണ്. വേവ്സിനെ കുറിച്ച് പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, അതേപോലെ തന്നെ സർഫേസ് വേവ്സ്, ഏതാണ് ഇതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എന്ന് വ്യക്തമാക്കിയിട്ട് പഠിച്ചു വെക്കുക. ഷാഡോ സോൺ എന്താണെന്ന് പഠിച്ചു വെക്കുക. ഷാഡോ സോൺ ഇമ്പോർട്ടന്റ്. ഇതൊക്കെയാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അടുത്ത വർഷം ഈ പി വേവ്സ്, ഷാഡോ വേവ്സ് ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, കറണ്ട് അഫയേഴ്സിൽ എന്താണ്, ഏതൊക്കെ രാജ്യങ്ങളിലാണ് റീസെന്റ് ആയിട്ട് ഈ പറഞ്ഞ പോലെ ഈ എർത്ത് ഉണ്ടായിട്ട് നഷ്ടം സംഭവിച്ചത്, അത് പഠിക്കണം. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സിൽ റീസെന്റ് ആയിട്ടുള്ള ഈ എർത്ത് ആയിട്ടുള്ള ഓരോരോ ഡെവലപ്മെന്റ് ഉണ്ടാവുമല്ലോ, ഇതിനെ തടയാനും ഇതിനെ കണ്ടുപിടിക്കാനൊക്കെയുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൂടി നിങ്ങൾ നോക്കിയിരിക്കുക. ഈ എർത്ത് എന്നുള്ള ചാപ്റ്റർ വെരി സിമ്പിൾ ആണ്. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ആയിട്ട് മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. റൈറ്റ്. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ഈ റിവിഷൻ നോട്ട് എന്താണ്, നിങ്ങൾ ഫസ്റ്റ് റീഡ് ചെയ്യേണ്ടത് PMFIAS അല്ലെങ്കിൽ ഐ ഓൾവേസ് പ്രിഫർ PMFIAS അല്ലെങ്കിൽ NCERT നിങ്ങൾ റീഡ് ചെയ്യണം. അതിനുശേഷം മാത്രം റിവിഷൻ നോട്ടിലേക്ക് വരിക. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. സോ ഇതാണ് എർത്ത് ബേസിക്കലി എർത്ത് എന്നുള്ള ചാപ്റ്റർ. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ എർത്ത് റിലേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ജെ, വേവ്സ് ഒന്നുകൂടി പറയുമോ? വേവ്സ്, പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, സർഫസ് വേവ്സ്. അതായത് ഈ എർത്ത് ഉണ്ടാവുമല്ലോ ചേ. അപ്പൊ ഈ എർത്ത് ഉണ്ടാവുന്ന എങ്ങനെയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് ഉണ്ടാവുന്ന സമയത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള വേവ്സുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിനെ സയന്റിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, സർഫസ് വേവ്സ് എന്നിങ്ങനെ പേരിട്ടിട്ടുണ്ട് അല്ലെ. അതിന്റെ ഈ സ്പീഡ് അനുസരിച്ച്, അതിന്റെ ട്രാവലിന്റെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് അല്ലെ, അതിന്റെ ഒരു ഡയറക്ഷൻസ് ഒക്കെ അനുസരിച്ച് പേരിട്ടിട്ടുണ്ട്. സിമ്പിൾ ആണ്. അതിൽ ഒന്നാമത്തെയാണ് പ്രൈമറി വേവ്സ്, പി വേവ്സ് എന്ന് പറയും. പി വേവ്സ്, ദിസ് ഈസ് ദി ഫാസ്റ്റസ്റ്റ് വേവ്. ഓക്കെ, പ്രൈമറി വേവ്സ് ആണ് ഫാസ്റ്റസ്റ്റ് വേവ്. ഈ പ്രൈമറി വേവിന് എന്താണ്, സോളിഡിലൂടെ, ലിക്വിഡിലൂടെ, ഗ്യാസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. ഇത് മൂന്നിലൂടെയും ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഈ പ്രൈമറി വേവ്സിന് ഷാഡോ സോൺ കുറവായിരിക്കും. ഷാഡോ സോൺ ഏറ്റവും അവസാനം ഞാൻ ഇമേജ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഷാഡോ സോൺ കുറവായിരിക്കും.
ഇതിനെ കംപ്രഷണൽ വേവ്സ് എന്നൊക്കെ വിളിക്കും. പ്രൈമറി വേവ്സിനെ ചിലപ്പോൾ ചോദിക്കാം PSC. പ്രൈമറി വേവ്സ് നമ്മുടെ UPSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ തവണ തന്നെ എനിക്ക് തോന്നുന്നു 2024 ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രൈമറി വേവ്സ് ഈസ് കോൾഡ് ആസ് കംപ്രഷണൽ വേവ്സ് ആൻഡ് സെക്കൻഡറി വേവ്സ് ഈസ് കോൾഡ് ആസ് ലോഞ്ചിറ്റ്യൂണൽ വേവ്സ് എന്നൊക്കെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, സോ പ്രൈമറി വേവ്സ് എന്ന് പറയുന്നത് കംപ്രഷണൽ വേവ്സ് ആണ്. അടുത്ത ഒരു വേവ്സ് ആണ് സെക്കൻഡറി വേവ്സ്, എസ് വേവ്സ് എന്ന് പറയാം. ഇത് കുറച്ചുകൂടി സ്ലോവർ ആണ് പ്രൈമറി വേവ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ട്രാവൽ ഓൺലി ത്രൂ സോളിഡ്സ്, സോളിഡിലൂടെ മാത്രമാണ്, സോളിഡ് പ്രതലത്തിലൂടെ മാത്രമാണ് ഇത് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ലിക്വിഡിലൂടെയും ഗ്യാസിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് ഷാഡോ സോൺ. ഷാഡോ സോൺ എന്ന് പറയുമ്പോൾ വേവ്സ് എത്താത്ത സ്ഥലം, ഇതിന് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഒരു സർഫസ് വേവ്സ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ സർഫസിൽ ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നതാണ് എന്താണ് സർഫസ് വേവ്സ്. ട്രാവൽ അലോങ് എർത്ത് സർഫസ്, കോസ് മോസ്റ്റ് ഡാമേജ്. ഷാഡോ സോണിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഷാഡോ സോൺ ഷാഡോ സോൺ അതായത് ഇതിന്റെ എർത്ത് ക്വേക്ക് വേവ്സ് എത്താത്ത സ്ഥലം. അത് P വേവ്സിനും ഡിഫറെന്റ് ആണ്, S വേവ്സിനും ഡിഫറെന്റ് ആണ്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സെക്കൻഡറി വേവ്സിന് ലാർജർ ആയിട്ടുള്ള ഷാഡോ സോൺ ഉണ്ട്, പ്രൈമറി വേവ്സിന് അങ്ങനെയല്ല. ബിക്കോസ് ഇത് ലിക്വിഡിലൂടെയും സോളിഡിലൂടെയും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഗ്യാസിലൂടെയും മൂവ് ചെയ്യും, ഇത് അങ്ങനെ മൂവ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഷാഡോ സോൺ കുറച്ച് കൂടുതലാണ്. സിമ്പിൾ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, മൂസിൻ എന്തോ ടൈപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, എന്താണ് ഡൗട്ട്? യെസ്. ഓക്കെ, ആ ഡിഗ്രികളൊന്നും ഓർത്തിരിക്കേണ്ട കാര്യമില്ല, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ മതി. യെസ്, അതാണ് ലിക്വിഡിലൂടെ. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട കേട്ടോ, സിമ്പിൾ അല്ലേ. P വേവ്സിന് എല്ലാ രീതിയിലും എല്ലാ പ്രതലത്തിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിന്റെ ഒരു പ്രസൻസ് എല്ലായിടത്തും ഉണ്ടാവും ഭൂമിയിൽ. ഷാഡോ സോൺ കുറവായിരിക്കും. സെക്കൻഡറി വേവിന് എന്താണ് ലിക്വിഡിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ സാധിക്കുള്ളൂ, സോളിഡിലൂടെയും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാസിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കില്ല. യെസ്, ഹൈപ്പോസെൻട്രൽ ആൻഡ് ഫോക്കസ് ഓൺ. ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം കേട്ടോ, ഈ എർത്ത് ക്വേക്ക് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു എന്താണ് ഏതാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സൈക്ലോൺസ് ആൻഡ് ആന്റി സൈക്ലോൺസ്. സൈക്ലോണുകളും ആന്റി സൈക്ലോണുകളും. ഓക്കെ, സൈക്ലോൺസ്, ആന്റി സൈക്ലോൺസ്. എന്താണ് സൈക്ലോണുകളും ആന്റി സൈക്ലോണുകളും? നിങ്ങൾ പഠിച്ചെന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് വൺ ടൈം ആ PMFIASന്റെ ആ ചാപ്റ്റർ നിങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടാവല്ലോ അല്ലെ? ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള PDF ആണ്. എന്താണ് ഈ സൈക്ലോണുകൾ? സൈക്ലോൺ വൺ വേർഡിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക്. യെസ്.
These are large scale pressure system that significantly affect the atmospheric circulation and weather condition. Basic. The large scale pressure system which is affecting the atmospheric circulation. എന്താണ് cyclone? A system of wind rotating inward. Okay, ഉള്ളോട്ടേക്ക് inward to an area of low pressure. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. A system of wind rotating inward to an area of low pressure, accompanied by rising air, cloud formation and precipitation, which is means raining. ഇതാണ് സൈക്ലോൺ. PS നിങ്ങളോട് വാട്ട് ഈസ് സൈക്ലോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു റൈറ്റ് ദിസ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ആന്റി സൈക്ലോൺ. എ സിസ്റ്റം ഓഫ് വിൻഡ് റൊട്ടേറ്റിംഗ് ഔട്ട്വേർഡ് പുറത്തേക്ക് ഫ്രം എ ഹൈ പ്രഷർ ഏരിയ അസോസിയേറ്റഡ് വിത്ത് ഡിസെൻഡിങ് എയർ, ക്ലിയർ സ്കൈസ് ആൻഡ് കാം വെതർ. കറക്റ്റ് ആയിട്ട് വേർഡ്സ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഇതാണ് സൈക്ലോണും ആന്റി സൈക്ലോണും. മോശം ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക് ആവും. എന്താണ് ഹൈ പ്രഷർ ഓർ ലോ പ്രഷർ സെന്റർ ആവാം. മനസ്സിലായില്ല മോശൻ? ഒന്നുകൂടി പറഞ്ഞേ. യെസ്, കാറ്റ് ചുറ്റി വീശുന്നതാണ് സൈക്ലോൺസ്. യെസ്, സെന്റർ ഉണ്ടാവും. യെസ്, ഓക്കെ. ഒന്നുകൂടി ഞാൻ പറയാം. സൈക്ലോൺസ് ആർ റാപ്പിഡ് ഇൻവേർഡ്, അല്ലെ? ഇൻവേർഡ്, ആ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇൻവേർഡ് എയർ സർക്കുലേഷൻ, റാപ്പിഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സിസ്റ്റം ഓഫ് വിൻഡ്, ഇൻവേർഡ് സർക്കുലേഷൻ അറൌണ്ട് എ ലോ പ്രഷർ ഏരിയ, സൈക്ലോൺസ്. The air circulate in anti-clockwise direction in northern hemisphere. ഓർത്തിരിക്കുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഇതൊന്നും ഓർത്തിരിക്കണേ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതേപോലെ തന്നെ സദേൺ ഹെമിസ്ഫിയറിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. സൈക്ലോൺസ് ആർ അക്കംപനീഡ് ബൈ വയലന്റ് സ്റ്റോംസ് ആൻഡ് ബാഡ് വെതർ, അല്ലെ? നമ്മൾ പറഞ്ഞു റൈസിംഗ് എയർ, ക്ലൗഡ് ഫോർമേഷൻ, മഴയൊക്കെ സൈക്ലോൺസിന്റെ കൂടെ ഉണ്ടാവും. സൈക്ലോൺസിനെ നമ്മൾ ആർ ബേസിക്കലി ഡിവൈഡഡ് ഇൻടു ടു. എന്തൊക്കെയാണ്? ട്രോപ്പിക്കൽ സൈക്ലോൺസും അതേപോലെ തന്നെ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസും. ഇതിനെ നമ്മൾ ടെമ്പറേറ്റ് സൈക്ലോൺസ് എന്നൊക്കെ പറയും കേട്ടോ. റൈറ്റ്. Okay, tropical cyclone develop in a region between Tropic of Capricorn and Tropic of Cancer. And this already occurs in the temperate zone and high altitude zone. Okay. ഇതൊക്കെ നിങ്ങൾ എഴുതി വെക്കണേ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതിൽ ഉണ്ടാവാം. ഞാനൊന്ന് റിവിഷൻ ചെയ്യുന്നേ എന്നേ ഉള്ളൂ. നമ്മൾ പഠിച്ചു നോർത്തില്
ആന്റി സൈക്ലോണും അതേപോലെ തന്നെ സൗത്തില് ക്ലോക്ക് വൈസ് അല്ലെ. അതിന്റെ റീസൺ കോറോളിസ് ഫോഴ്സ് ആണ്. ഇത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലെ. കോറോളിസ് ഫോഴ്സ് ആണ്. ദ റീസൺ ബിഹൈൻഡ് ദിസ് ഈസ് കോറോളിസ് ഫോഴ്സ്. ഓക്കെ. ആന്റി സൈക്ലോൺ എന്ന് പറയുമ്പോൾ ദ സിസ്റ്റം ഓഫ് വിൻഡ് റൊട്ടേറ്റിംഗ് ഔട്ട്വേർഡ് ഫ്രം എ ഹൈ പ്രഷർ ഏരിയ അസോസിയേറ്റഡ് വിത്ത് ഡിസെൻഡിങ് എയർ, ക്ലിയർ സ്കൈസ് ആൻഡ് കാം വെദർ. ഇതാണ് സൈക്ലോൺസും ആന്റി സൈക്ലോൺസും തമ്മിലുള്ള ബേസിക്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആർ ഇന്റൻസ് സർക്കുലർ സ്റ്റോംസ് originating over warm tropical ocean driven by latent heat from ocean evaporation. Okay, what are the formation? Warm ocean water, rising moist air, condensation. These are the factors leading towards cyclones. Simple alla. സീ സർഫസ് ടെമ്പറേച്ചർ 27% മുകളിലായിരിക്കണം കേട്ടോ. പിന്നെ ഒരു കാര്യം, പ്രഷർ സിസ്റ്റം സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രഷർ സിസ്റ്റം, പ്രഷർ കണ്ടീഷൻ ഓഫ് ദ സെന്റർ, പ്രഷർ കണ്ടീഷൻ ഓഫ് ദ സെന്റർ. ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. കണ്ടീഷൻ ഓഫ് ദ സെന്റർ, പാറ്റേൺ ഓഫ് ദ വിൻഡ് ഡയറക്ഷൻ, പാറ്റേൺ ഓഫ് വിൻഡ് ഡയറക്ഷൻ, പ്രഷർ സിസ്റ്റം, സൈക്ലോൺ. സൈക്ലോൺ എന്താണെന്ന് നമ്മൾ പഠിച്ചു. സൈക്ലോൺ പ്രഷർ സെൻട്രലിൽ ലോ ആയിരിക്കും. ഓക്കെ. നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും രണ്ട് കാര്യം. അപ്പൊ സൈക്ലോൺസിന് എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ, ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വരുന്നു, ഒരു ഇൻട്രപ്ഷൻ. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിൽ, സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇൻ ദ കേസ് ഓഫ് സൈക്ലോൺസ്, സൈക്ലോൺസിന്റെ കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. അടുത്ത ആന്റി സൈക്ലോൺ അല്ലെ. ആന്റി സൈക്ലോൺ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി സൈക്ലോൺസ്. സെൻട്രൽ ഹൈ ആണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസ് ആണ്, സദേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കുകയോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്യുക. ഓക്കെ. ദിസ് ഈസ് സംതിങ് ഇമ്പോർട്ടന്റ്. ഓക്കെ. പ്രഷറിന്റെ കണ്ടീഷൻ സൈക്ലോണിൽ ലോ ആണ്. ഓക്കെ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ സദേൺ ഹെമിസ്ഫിയറും വിൻഡിന്റെ പാറ്റേണും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. സോ സൈക്ലോൺ ഫോർമേഷന്റെ വാം ഓഷ്യൻ വാട്ടർ അല്ലെ, ഓഷ്യൻ അറ്റ്ലീസ്റ്റ് 27°C എബോ ആയിരിക്കണം. റൈസിംഗ് മോയിസ്റ്റ് എയർ, കണ്ടൻസേഷൻ, കോറോളിസ് effect, Coriolis effect causes the depletion of wind leading to the rotation of the system. It is absent in the equator, so cyclones don't form there. Cyclones don't form near equator, so wind system forms. Or the eye of the cyclone, a calm and clear center around 30 to 50 kilometer wide, surrounded by a eye wall where the strongest wind and the heaviest rains occur. Tropical cyclones in the central, there will be a calm area. Okay, adine nammal eye of the cyclones എന്നാണ് വിളിക്കുന്നത്. Okay, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, eye of the cyclone. Life span, formation, intensification, mature stage, landfall or weakening over cold water dissipation. Storm surges, heavy rainfall, high winds. These all are the എന്താണ് സൈക്ലോൺസ് ഉണ്ടായി കഴിഞ്ഞാലുള്ള ഡേഞ്ചറസ് സിറ്റുവേഷൻ. ഓക്കെ. സൈക്ലോൺസിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, രണ്ട് രീതിയിലാണ്, ട്രോപ്പിക്കൽ സൈക്ലോൺസും മറ്റൊന്ന് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസും. ഇതിനെ നമ്മൾ എന്താണ് ടെമ്പറേറ്റ് സൈക്ലോൺ എന്നും വിളിക്കും. മിഡ് ലാറ്റിറ്റ്യൂഡ് സൈക്ലോൺസ്,
that formed due to the interaction of warm and cold air masses along the polar front. അതാണ് extratropical cyclones. Formation, frontogenesis, where warm and other, ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. Frontogenesis, where warm and cold air masses meet, a front develop. Instability, cyclogenesis, occultation stage, dissipation. These are the 5 stages for the formation of temperate cyclones. Weather effects, long-lasting rain and snow, sudden changes in the temperature and wind direction associated with the cold fronts, short bursts of intense rainfall, and warm front, long duration rain. ഇതാണ് എന്താണ് ടെമ്പറേറ്റ് സോണിന്റെ വെതർ എഫക്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് കോമൺ ഇൻ ടെമ്പറേറ്റ് സോൺ, എസ്പെഷ്യലി അലോങ് ദി അറ്റ്ലാന്റിക് കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക ആൻഡ് യൂറോപ്പ്. ഓക്കെ, ഇതേപോലെ തന്നെ ആന്റി സൈക്ലോൺസും നമ്മൾ പറഞ്ഞു. ആന്റി സൈക്ലോണ് എയർ ഡിസെന്റ് ഫ്രം ഹയർ ആറ്റിറ്റ്യൂഡ് ടു ലോ ഹൈ പ്രഷർ ഏരിയ, അല്ലെ, ഹൈ പ്രഷർ ആണ്. ഡിസെൻഡിങ് എയർ വാംസ് അപ്പ്, അതായത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നുള്ള കാര്യമാണ് പറയുന്നത്. ഡിസെൻഡിങ് എയർ വാംസ് അപ്പ് ആൻഡ് റെഡ്യൂസസ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ദിസ് പ്രിവെന്റ് ക്ലൗഡ് ഫോർമേഷൻ ലീഡിംഗ് ടു ക്ലിയർ ആൻഡ് സ്റ്റേബിൾ വെതർ. സൈക്ലോൺസിന്റെ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു എന്താണ്, മഴയുണ്ടാവും, അല്ലെ, പ്രിസിപ്പിറ്റേഷൻ ഉണ്ടാവും, പ്രിസിപ്പിറ്റേഷൻ, റെയിൻ. അതേപോലെ തന്നെ ക്ലിയർ സ്കൈസും കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ നമ്മൾ ആന്റി സൈക്ലോൺസിന്റെ കാര്യം എടുക്കുന്ന സമയത്ത് അവിടെ ക്ലിയർ ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള വെതർ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഓൾറെഡി പറഞ്ഞ റൊട്ടേഷൻ, നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ നമ്മൾ ഇവിടെ കല്ല് വരച്ച് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബട്ട് winter anticyclones can cause cold waves and fogs. Okay, അതായത് anticyclone is calm, but it is dangerous. In urban areas, polluted get trapped under descending air, causing smokes. So waves-ഉം fogs-ഉം smog-ഉം എല്ലാത്തിനും ഒരു റീസൺ ആണ് anticyclone. These are of warm core anticyclone, cold core anticyclone എന്നൊക്കെ ടൈപ്സ് ഉണ്ട്. നിങ്ങളൊക്കെ വായിച്ചാൽ മതി കേട്ടോ. ഇമ്പാക്ട്സ്, key differences between cyclone and anticyclone features. Right, I missed it. Okay. ഓക്കെ, ഇവിടെ ആന്റി സൈക്ലോൺ മിസ്സായി പോയി കേട്ടോ. അതിനാൽ ഒന്നും കൂടിയും PDF ഒന്ന് റീ എഡിറ്റ് ചെയ്ത് ഞാനത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സൈക്ലോണ് ലോ പ്രഷർ, ഇവിടെ ഹൈ പ്രഷർ. സിമ്പിൾ ആണ്, നിങ്ങൾക്ക് തന്നെ കംപ്ലീറ്റ് ചെയ്യാനേ ഉള്ളൂ. അല്ലെ, ഹൈ പ്രഷർ ആണ്. വിൻഡ് റൊട്ടേഷൻ ഇൻവേർഡ് ആണ്, ഔട്ട്വേർഡ് ആണ്, അല്ലെ, ഔട്ട്വേർഡ്. റൈറ്റ്, അത് ഞാൻ എന്ത് ചെയ്യാം, PDF ഒന്നുകൂടി തരുന്ന സമയത്ത് ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് തരാം. Indian subcontinent and cyclones. India faces 2 cyclone season, pre-monsoon, post-monsoon. Bay of Bengal, important ആണ്, ഓർത്തിരിക്കുക. Bay of Bengal generate more and stronger cyclones than the other Arabian Sea due to warmer water and geography. ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. Bay of Bengal, Arabian Sea. Bay of Bengal generated more and stronger cyclones because heat ഇവിടെ കൂടുതലാണ്, അല്ലെ, ഹീറ്റ് ഇവിടെ കൂടുതലാണ്, ഹീറ്റ് വാട്ടർ. ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ്. അറേബ്യൻ സീയേക്കാൾ കൂടുതൽ ബേ ഓഫ് ബംഗാളിലാണ് സ്ട്രോങ്ങറും മോർ ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ, അതായത് ഫ്രീക്വന്റ് ആയിട്ട് നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ ഇങ്ങനെ കാണുന്നതല്ലോ, ഫ്രീക്വന്റ് ആയിട്ട് സൈക്ലോൺസ് ഉണ്ടാവുന്നത് എവിടെയാണ്? ബേ ഓഫ് ബംഗാളിലാണ്. അതെ, 3 വശവും എന്താണ്, ലാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈ പ്രഷർ വിൻഡ് ബേ ഓഫ് ബംഗാളിലേക്ക് വീഴും. അതൊക്കെ ഇതിന്റെ റീസൺ ആണ്. ആന്റി സൈക്ലോൺസ് ഇൻ ഇന്ത്യ. Common during winter over northern India, lead to cold wave condition, fog and smog, suppression of
റെയിൻഫോൾ അല്ലെ. അപ്പൊ ആന്റി സൈക്ലോൺസിന്റെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സൈക്ലോൺസ് എന്താണെന്നും ആന്റി സൈക്ലോൺസ് എന്താണെന്നും ഈ PDF റീഡ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഫോഗ്, സ്മോഗ്, കണ്ടീഷൻ, ആന്റി സൈക്ലോൺസ് പ്രകാരമുള്ള എന്തൊക്കെ വെതർ ചേഞ്ചസ് ഉണ്ടാവും, സൈക്ലോൺസ് പ്രകാരമുള്ള വെതർ ചേഞ്ചസ് എന്തൊക്കെ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഈസ് ഇൻ. ഓക്കെ, ഇപ്പൊ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ ഒരു ടോപ്പിക് കുറച്ച് നമ്മൾ പഠിക്കുന്നൊക്കെ സമയത്ത് ഹൈ പ്രഷർ ലോ പ്രഷർ എന്നൊക്കെ കാണുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാം. അപ്പൊ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്തിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ക്ലാസ് എടുക്കേണ്ട ആവശ്യമുണ്ട് ഈ ഒരു ടോപ്പിക് ഒക്കെ? ഇതൊക്കെ സിമ്പിൾ ടോപ്പിക് അല്ലേ? ഈ ഒരു ബോക്സ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. യെസ്, സിമ്പിൾ ആണ് കേട്ടോ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങൾ മസ്റ്റ് ആയിട്ട് PMFIAS ഞാൻ തന്നിട്ടുള്ള PDF ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഡ്രൈവിൽ കയറുക, അവിടെ പോയി വായിക്കുക, അതിനുശേഷം ഇങ്ങോട്ട് വരിക. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ലെറ്റ്സ് മൂവ്. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത പോയിക്ക് സൈക്ലോൺസ് കഴിഞ്ഞു, സുനാമി, ലാൻഡ് സ്ലൈഡ്സ് അല്ലെ. സുനാമി ലാൻഡ് സ്ലൈഡ്സിന്റെ ഒക്കെ ക്ലാസ് എടുക്കേണ്ട കാര്യമുണ്ടോ? സുനാമി, സുനാമി is a series of ocean waves with extremely long wavelength and period, typically caused by large and sudden displacement of the ocean, usually due to undersea earthquakes, volcanic eruption, landslides or meteorite impacts. എന്താണ് സുനാമി അല്ലെ? സുനാമി കടലിൽ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ് സുനാമി. The tsunami is of Japanese origin, meaning harbor wave. ഹാർബർ വേവ്. സുനാമിയുടെ കോസസ് എന്തൊക്കെയാണ്? ഒരുപാട് കോസസ് ഉണ്ട്. സബ്മറൈൻ എർത്ത് ക്വൈക്സ്, അതായത് ഓഷ്യന്റെ അല്ല, നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്ന പോലെ തന്നെ എർത്ത് ക്വൈക്ക് ഈ ഓഷ്യന് സംഭവിക്കും. സബ്മറൈൻ എർത്ത് ക്വൈക്സ്, വിച്ച് ഈസ് ദി മോസ്റ്റ് കോമൺ റീസൺ ഫോർ ദി സുനാമി. Typically at a convergent plate boundaries, subduction zone, vertical displacement of seabed causes water column move. പിന്നീട് volcanic eruption is also reason. Sudden collapse and explosion of volcanoes, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലാൻഡ് സ്ലൈഡുകൾ അല്ലെ, സബ്മറൈൻ ഓർ കോസ്റ്റൽ ലാൻഡ് സ്ലൈഡ് ഡിസ്പ്ലേസിംഗ് വാട്ടർ. And meteoric impact, extremely rare but massive impact can displace water amount of water. Okay, extremely rare ആയിട്ട് സംഭവിക്കുന്ന കാര്യം മാത്രമാണ് ഇത്. So there are so many reasons. സുനാമി ഉണ്ടാവാൻ ഒരുപാട് റീസൺസ് ഉണ്ട്. അതിൽ കുറച്ച് റീസൺസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എക്സാമില് ചോദിക്കുകയാണ് വാട്ട് ആർ ദ കോസസ് ഫോർ സുനാമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോസസ് എഴുതിയാൽ മതി. ഓക്കെ, മെയിൻ പെർസ്പെക്റ്റീവിലാണ് PDF. നെക്സ്റ്റ്, characteristics of tsunami waves. Speed can exceed 700 km/h in deep sea. Wavelength very long, up to 200 km. Height in open sea. Shoaling effect. Multiple waves. Okay. These are the characteristics of tsunamis. Destructive effect അല്ലെ, നമുക്ക് സുനാമി സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. കോസ്റ്റൽ ഏരിയാസ് ഒക്കെ മൊത്തത്തിൽ പ്രശ്നമാവും. ലോസ് ഓഫ് ലൈഫ്, പ്രോപ്പർട്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻ, സോയിൽ സെലനൈസേഷൻ, എക്കോളജിക്കൽ ഡാമേജ്, കോറൽ റീഫ്സ്, മാംഗ്രോവ്സ്, മെറൈൻ ഹാബിറ്റ്സ് എല്ലാം ഡാമേജ് ആവും. ഇതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമാണ് അല്ലെ. ഒരു സുനാമി സംഭവിച്ചു കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ സുനാമി വാർണിംഗ് സിസ്റ്റം, ഇവിടെ നിന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വരിക. സുനാമി വാർണിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട്
സുനാമി വാർണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ന്യൂസ് ഉണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, PSC ചോദിക്കും. യെസ്. സുനാമി early warning system combine seismic data, sea level gauges, and deep ocean views. Issues alert, SMS, sirens, media, etc., etc. What are the key organization? Pacific Tsunami Warning Center, Indian National Center for Ocean Information Center, Ocean Information Services. ചിലപ്പോൾ ഫുൾ ഫോം ഒക്കെ ചോദിക്കാം കേട്ടോ. ഇൻകോയ്സിന്റെ ഫുൾ ഫോം എന്താണെന്ന് PSC ചോദിക്കാം. ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ്. ഇന്ത്യ ആൻഡ് സുനാമി, വൾണറബിൾ കോസ്റ്റൽ സ്റ്റേറ്റ്സ്, തമിഴ്നാടു, ആന്ധ്രാപ്രദേശ്, ഒഡീസ, കേരള, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്. 2004 സംഭവിച്ച കവച് സിസ്റ്റം. 2004 സംഭവിച്ച സുനാമി അല്ലെ, നമുക്കറിയാം അത് എത്രത്തോളം ഡിസ്ട്രക്ഷൻ കേരളത്തിനാണെങ്കിലും അല്ലെങ്കിൽ എത്രത്തോളം വലിയൊരു സുനാമി ആണെന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. ഇൻകോയ്സ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഹൈദരാബാദ് provides real-time tsunami alert for the Indian Ocean regions. So mitigation and preparedness, tsunami, tidal wave തമ്മിലുള്ള ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് യെസ്, സുനാമി എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് ന്യൂസസിന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഈ നമ്മുടെ ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, തേർഡ് ജിയോ ഫിസിക്കൽ ഫിനോമിനോനില് ചോദ്യങ്ങൾ ചോദിക്കുന്ന സാധ്യതയുള്ളത് ഒരു ഏരിയ എർത്ത് ക്വേക്കാണ് അല്ലെ. ഇപ്പൊ റീസെന്റ് ഒരുപാട് രാജ്യങ്ങളിൽ എർത്ത് ക്വേക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റിൽ ഇറ്റ് ഹാസ് റിലവൻസ്. രണ്ടാമത് സൈക്ലോൺസും ആന്റി സൈക്ലോൺസും തന്നെയായിരിക്കും PSC ചോദിക്കുക. ഇത് രണ്ടും തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. എന്നിരുന്നാലും സുനാമിസും ലാൻഡ് സ്ലൈഡ്സും ഫ്ലഡ്സും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുക. ഓക്കെ, ദിസ് ഈസ് ഇനഫ്. അതിന്റെ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചിരിക്കുക. Landslides and floods. ഇത് ഞാൻ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല, നിങ്ങൾ റീഡ് ചെയ്താൽ മതി. ഓക്കെ, വൈ വേസ്റ്റിംഗ് അവർ ടൈം. സോ ലാൻഡ്സ്ലൈഡ്സ് ആൻഡ് ഫ്ലഡ്. പ്രിലിംസിന്റെ സിലബസ് നോക്കുക. ഇതിൽ മൂന്നാമത്തെ കണ്ടോ, ജിയോ ഫിസിക്കൽ ഫിനോമിന. എർത്ത് ക്വേക്ക് നമ്മൾ പഠിച്ചു, സുനാമി നമ്മൾ പഠിച്ചു, വോൾക്കാനോസ് നമ്മൾ പഠിച്ചു. വോൾക്കാനോസ് പെൻഡിങ് ഉണ്ടല്ലേ, വോൾക്കാനോസ്. സൈക്ലോൺസ്, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്. സൈക്ലോൺസ് നമുക്ക് പഠിക്കാം. ഇതിൽ സൈക്ലോൺസ് ഒഴികെ, വോൾക്കാനോസ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഏരിയയിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുള്ളത് വോൾക്കാനോസ് ആയിരിക്കും. എർത്ത് ക്വേക്കും സുനാമിയുമാണ് കേട്ടോ. എർത്ത് ക്വേക്കും സുനാമിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്. നോക്കൂ, ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് റിഗാർഡിംഗ് ദി എർത്ത് ക്വേക്ക്. ഇതിന്റെ ഉത്തരം പറഞ്ഞേ. ദ ഇന്റൻസിറ്റി ഓഫ് ദ എർത്ത് ക്വേക്ക് ഈസ് മെഷേർഡ് ഓൺ മെർക്കാലി സ്കെയിൽ. ശരിയാണോ? നമ്മൾ പഠിച്ചത് എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എർത്ത് ക്വേക്ക് ഈസ് എ മെഷർ ഓഫ് എനർജി റിലീസ്ഡ് അല്ലെ. എക്സാക്ട്ലി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ചോദിച്ചേക്കുന്നത് അല്ലെ. മെർക്കാലി സ്കെയിലും റിക്ടർ സ്കെയിലും. ഇതിന്റെ ഉത്തരം എന്താണ്? Earthquake magnitude are based on direct measurement of the amplitude of seismic wave in the Richter scale. Richter scale വന്നു, Mercalli scale വന്നു. Each whole number demonstrate a 100-fold increase in the amount of energy released. ഇതിന്റെ ഉത്തരം എന്താണ്? The intensity of the earthquake is measured on Mercalli scale. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. നോക്കുക, നമ്മൾ പഠിച്ചിട്ടുള്ള ഇത് ഈ ഒരു അല്ലെ, നമ്മൾ പഠിച്ചു വെച്ച് നോക്കുക ഏതൊക്കെ ഓപ്ഷൻസ് തെറ്റാണ് ശരിയാണെന്ന് നോക്കി ഉത്തരത്തിലേക്ക് എത്തുക. റൂബിനി എ എന്ന് പറഞ്ഞിട്ടുണ്ട്. A is the answer, right? A ആണ് ഉത്തരം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്.
ഇന്റൻസിറ്റി ഓഫ് ദ എർത്ത് ക്വേക്ക് ഈസ് മെഷേർഡ് ഓൺ മെർക്കാലി സ്കെയിൽ. ശരിയാണ് അല്ലെ. റിക്ടർ സ്കെയിൽ എന്താണ്? റിക്ടർ സ്കെയിൽ എന്താണ്? അല്ലെ, എനർജി റിലീസ് ചെയ്താണ് പഠിക്കുന്നത്. എനർജി റിലീസ്ഡ് അല്ലെ, എനർജി എത്രത്തോളം റിലീസ് ചെയ്തായി ആണ് പഠിക്കുന്നത്. 10 അല്ലേ, 100 അല്ല. യെസ്, വെരി ഗുഡ്. 10 ആണ്, 100 അല്ല. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. യു ക്യാൻ എലിമിനേറ്റ് ദിസ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. എ ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, സൈക്ലോൺസിന്റെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. അസേഷൻ anti-cyclone condition are formed in winter season when atmospheric pressure is high and air temperature are low. നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ. Anti-cyclone condition are formed in winter. Anti-cyclone എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. സൈക്ലോൺസും ആന്റി സൈക്ലോൺസും. Winter rainfall in North India causes development of anticyclonic condition with low temperature. ശരിയാണോ? നോ, ശരിയല്ല. അപ്പൊ എന്താണ് ഉത്തരം വരിക? That is the answer. എന്താണ് ആരും ഉത്തരം പറയാത്തത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ആന്റി സൈക്ലോണിക് കണ്ടീഷൻ ആർ ഫോംഡ് ഇൻ വിന്റർ സീസൺ. ഓക്കെ, വെൻ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഹൈ പ്രഷർ ആൻഡ് എയർ ടെമ്പറേച്ചർ ആർ ലോ. ശരിയല്ലേ? യെസ്, ആദ്യത്തെ സി പറഞ്ഞിട്ടുണ്ട്. യെസ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവുന്നുണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക. തെറ്റി. സി. റീസൺ നോക്കൂ. Winter rainfall in northern India causes development of anticyclonic condition with a low temperature. ശരിയാണോ തെറ്റാണോ? ശരിയാണോ തെറ്റാണോ? നോ, ഇറ്റ് ഈസ് ട്രൂ. ശരിയല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? ട്രൂ അല്ലേ? യാ, ട്രൂ ആണ്. സോ യു കൻ എലിമിനേറ്റ് ദിസ്. എയോ ബി ആണ് ഉത്തരം. ഉത്തരം ബി ആണ് കേട്ടോ. ബി ഈസ് ദി ആൻസർ. രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ബട്ട് റീസൺ അല്ലെങ്കിൽ ആർ ഈസ് നോട്ട് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. യെസ്, സിമ്പിൾ ക്വസ്റ്റൻ ആണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ക്ലാസ്സിൽ PDF ഒന്നുകൂടി റീഡ് ചെയ്യുക. ഈ PDF കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. പിന്നീട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സൈക്ലോൺ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ്. സോ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ യു ക്യാൻ എക്സ്പെക്ട്
2 to 4 ക്വസ്റ്റ്യൻ കേട്ടോ. 2 to 4 ക്വസ്റ്റ്യൻ. ജിയോ ഫിസിക്കൽ ഫിനോമിനൻ, എർത്ത് ക്വേക്ക്, സുനാമി, വോൾക്കാനോ, സൈക്ലോൺ, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ്, PMF IAS പോവാ, നല്ലോണം റീഡ് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അതിനുശേഷം നമ്മുടെ PDF വന്ന് റീഡ് ചെയ്യുക. ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് വോൾക്കാനോ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. വോൾക്കാനോ അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സോളാർ സിസ്റ്റവും മോഷൻ ഓഫ് ദി എർത്തും അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫോളോ ചെയ്യാം. ഓക്കെ, സോ വൺസ് അഗെയിൻ കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഒരു ദിവസം ക്ലാസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് കുഴപ്പാൻ നിൽക്കരുത്. പ്രോപ്പർ ആയിട്ട് പഠിക്കണം. നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള എഫേർട്ടിനാണ് ഇവിടെ കൂടുതൽ വാല്യൂ ഉള്ളത്, അല്ലാതെ എന്റെ ക്ലാസ്സിനോ എന്റെ PDF-നോ അല്ല. സെൽഫ് ആയിട്ടുള്ള എഫേർട്ടിനാണ്, അത് മനസ്സിലാക്കണം. സോ നമുക്ക് ഇന്ന് ഇത്ര മതി. ക്ലാസ് കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് നീണ്ടുപോയി കഴിഞ്ഞാല് എന്താണ്, കുട്ടികൾ കാണൂല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലാസ് ഇന്ന് ഇത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു എവരിവൺ. നല്ല രീതിയിൽ പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓൾവേസ് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.